Easter message. Today, on this day of the Easter, on behalf of BJM Ministry and on mine own behalf, I extend a happy and blessed Easter to everyone who hears me. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉയർപ്പിൻ്റെ ദിവസമാക്കി ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദ മെസ്സേജ്, ഹീ ഈസ് റിസൺ. അവൻ ഉയർത്തെഴുന്നേറ്റിയിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഹീ ഈസ് റിസൺ. അവൻ ദ റിസറക്ഷൻ ഓഫ് ജീസസ്. കർത്താവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞിട്ട് അടക്കം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ എൻ്റെ സ്നേഹിക്കുന്ന കുറേ പേര് വന്ന് കർത്താവിന് തൈലം പൂശാൻ കടന്നു വരുമ്പം വി അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രൂത്ത്. ഹീ ഈസ് നോ മോർ ദെയർ. അവൻ അവിടെ ഇല്ല. അതായിരിക്കണം നമ്മുടെയും ഏറ്റവും വലിയ ഭാഗ്യപദവി. നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന എല്ലാം യേശുവിന് കൊടുത്തു കഴിഞ്ഞു. അവനെ അവർ ഉപദ്രവിച്ച് കൊന്നു കഴിഞ്ഞു. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. ഇതൊരു തുടക്കം, ഒരു പുതിയ തുടക്കമാണ്. ദ റിസറക്ഷൻ ഓഫ് ജീസസ്. അതായത് ഒരു ശവക്കല്ലറ റോമൻ എംപയറിന്, അന്നത്തെ ഏറ്റവും വലിയ രാജാവ്, ഫറോൻ്റെ സീൽ ചെയ്ത് സോൾജേഴ്സിനെ നിർത്തിയിരിക്കുന്ന ഒരു ശവക്കല്ലറയുടെ മുമ്പിൽ ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ നോക്കുമ്പം the tomb is absolutely empty and there is no body there and no God and it is open for all. അതായത് ഇന്ന് വന്ന് നോക്കുമ്പം ശനിയാഴ്ച റോമൻ എംപയറിൻ്റെ സീലിട്ട് പട്ടാളക്കാരെ നിർത്തി വലിയ ആട് ചെയ്ത് സൂക്ഷിച്ച ശവം അല്ലെങ്കിൽ കർത്താവിൻ്റെ മൃതശരീരം ഇന്ന് ഞായറാഴ്ച രാവിലെ തൻ്റെ സ്നേഹിക്കുന്ന സ്ത്രീകൾ വന്ന് നോക്കുമ്പോൾ ഹീ ഈസ് നോട്ട് ദെയർ. അവൻ അവിടെ ഇല്ല. ഇറ്റ് ഈസ് ഹിസ് ബോഡി ഈസ് നോട്ട് ദെയർ ആൻഡ് ദർ ഇസ് നോ ഗാഡ്. അവിടെ ഈ റോമൻ എംപയറിൻ്റെ ഒരു ഗാഡും ഇല്ല, ഒരു ചിഹ്നവും കാണുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ ഹ്യൂമൻ കൈൻഡ് എവ്രി ഡേ. ഈ ദൈവത്തിനെ അടക്കിയ സ്ഥലത്ത് ഇന്ന് നമ്മൾ പോകുമ്പോൾ അവിടെ അതിശയങ്ങൾ നടക്കുകയാണ്. എലീശ പ്രവാചകൻ്റെ അസ്ഥികൾ വീണെടുത്ത് 1 വർഷം കഴിഞ്ഞിട്ട് ആരോ ഒരാൾ ധൃതി പിടിച്ച് ഒരു ശവം എറിഞ്ഞു, അത് എഴുന്നേറ്റ് വന്നു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നുവെങ്കിൽ ഇന്നും ആ സ്ഥലത്ത് പോയിട്ട് അനുഗ്രഹങ്ങളും അനുഭവങ്ങൾ പറയുന്ന പലരെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എ tomb is absolutely empty, no body, no God, and it's open for all. An empty tomb gives us the message of hope, assurance and eternal success and eternal life. അതായത് ആ ഒഴിഞ്ഞു കിടക്കുന്നതായ കർത്താവിൻ്റെ ശവക്കോട്ട ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ജീവൻ തരുന്നു, നമുക്ക് അഷ്വറൻസ് തരുന്നു, നമുക്ക് വിജയം തരുന്നു, എന്നേക്കുമായിട്ടുള്ള ജീവിതത്തിൻ്റെ രക്ഷയും തരികയാണ്. എന്നേക്കുമുള്ളതാണ്. വായിക്കേണ്ട ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 24:1-12 വരെയുള്ള വാക്യം. അത് പ്രധാനതുണ്ട്. ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്തെ കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാരെ കർത്താവ് യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നുണ്ട്. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവനോട്, അത് 2 ദൂതന്മാരുണ്ട് ഇവിടെ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അവർ അവിടുന്ന് തിരിച്ചോടി തൻ്റെ ശിഷ്യന്മാരുണ്ട്. ഇത് സ്ത്രീകളാണ്. ഗലീലയിൽ നിന്ന് ഇതിൻ്റെ 24 തൊട്ട് മുമ്പിൽ ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവൻ്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിട്ടിരുന്നു. അപ്പോൾ വെള്ളി, ശനി, ഞായർ 3 ദിവസം. അതിനെക്കുറിച്ച് പലരും പല ടോക്ക് സംസാരിക്കുന്നുണ്ട്. 3 ദിവസം ആയോല്, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, അത്രയും ചിന്തിച്ചത് 3 ദിവസം. രാവോ പകലോ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ശുദ്ധാത്മാവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവൻ ക്രൂശിക്കപ്പെട്ടു, സ്വന്തം പുത്രനായ യേശു ക്രിസ്തു അടക്കുന്നത് ഈ സ്ത്രീകൾ കണ്ടു. സ്ത്രീകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ടല്ലോ, നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ശബദായതുകൊണ്ട് അവരൊന്നും അനങ്ങിയില്ല. അവർ പോയി
എന്താ പറയുന്നത്, സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി വെച്ചിട്ട് ശബത് തീരാൻ നോക്കിയിരുന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് 24 അവർ ഒരുക്കി വെച്ച സുഗന്ധവർഗം എടുത്തുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച അതിരാവിലെ ഇവർ വന്ന് നോക്കുമ്പം ആ കല്ലറ ഇതാ തുറന്നു. കല്ലുരുട്ടി മാറ്റി അവർ ചോദിക്കുന്നുണ്ട്, യോഹന്നാന് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 20:1-10 വരെയുള്ള ഈ വാക്യങ്ങൾ തന്നെയാണ്. അവർ ചോദിക്കുന്നുണ്ട്, ആര് ഈ കല്ല് ഉരുട്ടി മാറ്റി, ഈ കട്ടിയുള്ള കല്ല്? പക്ഷേ ദൈവം വലിയവനല്ലേ. ഇത് ഉരുട്ടി മാറ്റിയിരിക്കുന്ന ദൂതന്മാർ വന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ട് ഇവർ കാണുന്നു. അകത്ത് നോക്കുമ്പോൾ 2 ദൂതൻ. എന്നാൽ യോഹന്നാനകത്ത് 1 ദൂതൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ഒരാൾ 5 മണിക്ക് കണ്ടതാണ്, ഒരു 5:30ക്ക് കണ്ടതാണെങ്കിൽ 2 ദൂതന്മാരോ 1 ദൂതന്മാരോ മറിയാൻ സമയമുണ്ട്. ഏത് സമയത്ത് ഒരു വ്യക്തി തന്നെ പല സ്ഥലത്ത് ഒരു വ്യക്തിയെ കാണുന്നു, അവരിവിടെ വെച്ച് കണ്ടോ അവിടെ വെച്ച് കണ്ടോ, എല്ലായിടത്തും ഒരാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ആത്മാവിൽ നോക്കുമ്പോൾ ഇതൊന്നും ഒരു തടസ്സമായിട്ട് കാണൂല. വി ഷുഡ് നോട്ട് ലുക്ക് ഇൻ ടു ദി നെഗറ്റീവ് തിങ്സ് ഓഫ് ദിസ്. വി ഷുഡ് ലുക്ക്, ഇതെല്ലാം ആത്മാവ് കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കണം. ആത്മാവ് കേൾക്കുമ്പോൾ ഈ സകല തടസ്സങ്ങൾ ഇങ്ങനെ മെഴുകുരുകിപ്പോകുന്ന പോലെ ഉരുകിപ്പോകുന്നു. അന്നേരമാണ് ഈ ദൈവത്തിൻ്റെ ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നന്മയും തിന്മയും എല്ലാം കൂടെ കലങ്ങി ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. പക്ഷേ പരിശുദ്ധാത്മ വരുമ്പം ഈ നന്മയുടേത് തന്നെ ഇങ്ങനെ നമ്മൾ ഈ പൊടി, അരിപ്പൊടി ഇങ്ങനെ കുടയത്തില്ലേ ഈ അരിപ്പിക്കാത്തിട്ട്, അന്നേരം നമ്മൾ നല്ല പൊടിയെല്ലാം താഴെ പോകും, അവസാനം അഴുക്കെല്ലാം മുകളിൽ, അത് നമ്മൾ ഊറക്കളയും. അങ്ങനെ തന്നെയാണ് ഈ വേദപുസ്തകത്തിനകത്ത് നല്ലത് എഴുതി വെച്ചിട്ട് അഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ആത്മാവിലിത് അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ആത്മീയ സത്യങ്ങൾ പൊങ്ങി വരുമ്പോൾ ഇവിടെ ഒരു സംശയവും ഇന്നില്ല. അത് ഓരോ വ്യക്തിക്കുള്ള വരമാണ്. എത്രമാത്രം അടുത്തിരിക്കുമോ അത്രമാത്രം. ദ മോർ യു സിറ്റ് വിത്ത് ദ ലോഡ്, ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ മനസ്സിലാക്കിയിട്ട്, ചുമ്മാതല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രാസംഗികൻ ഞാൻ പറയുന്നത് കേട്ടു, മോശ എത്ര പ്രാവശ്യം മലയുടെ മുകളിൽ, സീനായി മലയുടെ മുകളിൽ കയറിയെന്ന്. ഞാനതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ രണ്ട് പ്രാവശ്യം കൽപ്പന എടുത്തായിട്ട് പോയി, പിന്നെ 3 പ്രാവശ്യം അത്ര ഞാൻ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് 8 പ്രാവശ്യം കയറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ അങ്ങനെ വല്ലാതെ തൊട്ടു. 8 പ്രാവശ്യം ഈ സീനായി മലയുടെ മുകളിൽ മോശ കയറിയിട്ട്. അപ്പോൾ നോക്കിയാൽ ഈ മോശയുടെ പ്രവർത്തികൾക്ക് മുൻപ്, പബ്ലിക് പ്രവർത്തിക്ക് മുൻപ് മോശ പല പ്രാവശ്യം ഈ മലയുടെ മുകളിൽ പോയി അങ്ങ് ഇരിക്കുകയായിരുന്നു. അല്ലാതെ ഒരിക്കലും ഇത്തരം ജോലി ചെയ്യാൻ ഒക്കത്തില്ല. അതാണ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ വചനം പറയുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ഒഴുകത്തുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച് ഇൻ്റലക്ച്വലായിട്ട് പറയാം. അതുകൊണ്ട് ചിലരെ തൊടും, പക്ഷെ ബേസിക്കലി ആത്മാവിൻ്റെ പ്രവർത്തനം വേണമെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കുന്നവർക്കേ നടക്കത്തുള്ളൂ. അത് നമ്മുടെ നിഴൽ കൊണ്ടാൽ പോലും അതിശയങ്ങൾ നടക്കണം. ദിസ് ആർ ദ ആബ്സല്യൂട്ട് ട്രൂത്ത് ഐ ആം ടെല്ലിങ്. അത് സംഭവിച്ചേ പറ്റൂ. എത്ര പേർക്ക് നടത്തുമെന്ന് അറിയത്തില്ല. ബട്ട് ദീസ് ആർ അവൈലബിൾ ആൻഡ് ഐ സീ ദാറ്റ് ഹാപ്പനിങ് ഇൻ മെനി എ ടൈം. അപ്പം ഈ കല്ലുരുട്ട് മാറ്റിയിട്ട് ഇവർ നോക്കുമ്പോഴെന്തുവാണ്, മിന്നുന്ന പ്രകാശമുള്ള ദൂതൻ നിട്ടുവന്ന്, നിങ്ങൾ എന്തിനാണ് ജീവിച്ച ദൈവത്തെ, അതായത് മരണമില്ലാത്ത ദൈവത്തെ ഈ മരിച്ചവരുടെ ഇടയിൽ നോക്കുന്നത്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹീസ് ദ ഫസ്റ്റ് ബോൺ ഫ്രം എമംഗ് ദ പീപ്പിൾ. അതുകൊണ്ടാണ് ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റവനിൽ, ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റതിൽ ആദ്യജാതനായിട്ട് യേശുവിനെ കണ്ടപ്പോൾ നമുക്കും ഇതൊരുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടേ എന്നുള്ളത് വെളിപ്പെടുത്തി തരുന്നു. നമ്മുടെ ശരീരമാകുന്ന ഈ വസ്ത്രം, പുറത്തെ ശരീരം, ഈ വസ്ത്രം ഒരു കാലം ഇവിടെ ജീവിച്ചു കഴിയുമ്പോൾ ഇത് അഴിഞ്ഞു പോകും. അത് മണ്ണിൽ നിന്ന് എടുത്തത് മണ്ണിൽ തന്നെ ഇട്ടേച്ചു പോകും. പക്ഷെ ഇതിൽ വിലപ്പിടിപ്പുള്ള ഒരു സത്യം, എനിക്ക് അന്തരാത്മാവ്, എൻ്റെ അകത്തെ മനുഷ്യൻ, അവനെ പുഷ്ടിപ്പെടുത്താതെ സ്വർഗത്തിലോട്ട് കയറാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടെ വെച്ച് അത് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ലോസ്റ്റ് വൺസ് ആൻഡ് ഫോർ ഓൾ. ഇതുകൊണ്ടാണ് സമയമെടുത്ത് അല്ലെ സിയോൻ്റെ മകളിലോ അല്ലെ പിന്നെ ഗോൽഗൊത്ത മലയുടെ മുകളിലോ കയറിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് തലമുറകളെ യേശുവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കൃപ ചോദിച്ചു വാങ്ങിക്കാം. ഈസ്റ്റർ അതാണ്. ഹാപ്പി ഈസ്റ്റർ എന്ന് നമ്മളങ്ങോട്ട് പറയുമ്പം എന്താണ് ദൈവം ചെയ്തതെന്ന് ചോദിച്ചാൽ യേശു പറയുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റു. യേശു ജീവിച്ചിരുന്നപ്പോൾ ഈ ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷം 16:21, 17, 22 പറയുന്നുണ്ട്, ഞാൻ ഈ ഇവരെന്നെ കൊല്ലും, ഇവരെന്നെ ക്രൂശിക്കും, എന്നിട്ട് ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. എന്ത് അടയാളം നിനക്ക് വേണ്ടി? യോനായ്ക്ക് പോലുള്ള അടയാളം എനിക്ക് തരാനുള്ള 3-ാം ദിവസം ഞാൻ ജീവനോടെ തിരിച്ചിറങ്ങി വരും. നടന്നില്ലേ? ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഹീസ് എലോഹിം, ഹീസ് എലിയോം, അതായത് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഹീസ് എൽ ഷെഡായ്, ഹീസ് ദ ഓൾമൈറ്റി ഗോഡ്. അവന് മരണമില്ല. അപ്പോൾ ഇത് എംപ്റ്റി ടൂംബ് നമ്മളിൽ നിൽക്കുന്നത് കാണിക്കുന്നത്, അതായത് ഒഴിഞ്ഞ കല്ലറ കാണിക്കുന്നത്
ഡെത്ത് ഈസ് കോൺകേർഡ്. മരണത്തെ ജയിച്ചവൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്ത് മരണം? ഹേ മരണമേ, നിൻ്റെ ജയം എവിടെയെന്ന് ചുമ്മാതാണോ പൗലോസ് പറഞ്ഞത്? ഇന്ന് ഈ അനുഭവ വെളിച്ചത്തിൽ ഈ പൗലോസിനൊക്കെ ഉണ്ടായ എത്ര പ്രാവശ്യം കൊന്നു, ചത്ത പോലെ കിടന്ന്, ചത്തെന്നും പറഞ്ഞ് ഇട്ടേച്ചു പോയി. പിന്നെ ദൈവം ജീവൻ കൊടുത്തായിരിക്കണം. പിന്നെ എഴുന്നേറ്റ്. അവർക്കൊക്കെ മരണം പേടിയുണ്ടോ? എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിൻ്റെ അപ്പൻ വീട്ടിൽ ഹോസ്പിറ്റലായിരുന്നു അമ്മ നടത്തിക്കൊണ്ട്. ഒരു ഡോക്ടറായിരുന്നു. അന്ന് കുറേ ആളുകൾ വന്ന് കുറേ വർഷം സമരം നടത്തി ആശുപത്രിയിൽ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, വീടിൻ്റെ അപ്പുറത്താണ് ആശുപത്രി. അപ്പോൾ ഈ സമരം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പം അപ്പച്ചന് മാത്രം നല്ല ധൈര്യം, അമ്മയ്ക്ക് ധൈര്യമൊന്നുമില്ല. അപ്പോൾ ഈ സമരക്കാർ ഗവൺമെൻറ് സപ്പോർട്ടും കൂടാണ് വന്ന് നിൽക്കുന്നത്. അവർ കുറേ പേര് ഗേറ്റിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുക. അവരകത്തോട്ട് കയറുമെന്ന് പറഞ്ഞ് വെള്ളം വെക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ്റെ ഒരു വെട്ടോത്തി എടുത്തുകൊണ്ട് അപ്പച്ചൻ മുമ്പോട്ട് പോയെന്ന് വെച്ചാൽ പറഞ്ഞു, ഒറ്റ ഒരെണ്ണം അതിൻ്റെ ഇപ്പുറത്താവും, ഗേറ്റിനപ്പുറത്ത് വെക്കത്തില്ല. ഞാൻ ഇത്ര നാൾ ജീവിച്ചു, ഇനി എനിക്ക് ജയിലിൽ പോകുന്നതിന് ഒരു പേടിയില്ല, ആര് കയറിയാലും ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. അതോടെ അവർ തിരിച്ചുപോയി. അതാണ് ധൈര്യം. എവിടുന്ന്? ദൈവത്തെ കണ്ട പൗലോസിന് മരണമൊന്നൊരു പേടിയില്ലായിരുന്നു. എന്ത് പേടിക്കാനും? ദൈവം അറിയാമെന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു ധൈര്യം കണ്ടപ്പോൾ അപ്പച്ചൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നു. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും ആ ധൈര്യമുണ്ട്. പേടിയില്ലെന്നല്ല, പേടിയുണ്ട്. പക്ഷെ ഈ ആത്മാവ് വരുമ്പോൾ വേറൊരു ധൈര്യം നമുക്ക് കിട്ടും. അതൊരു ശക്തി തന്നെയാണ്. അത് പ്രാപിച്ചെടുക്കാനൊക്കെ എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ഈസ് എലോഹിം, ഹീസ് എലിയോൺ, ഹീസ് എൽ ഷഡായ്. അവൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു നമ്മുടെ മേൽ. നമ്മുടെ പാപത്തെയും രോഗത്തെ അവൻ ഏറ്റെടുത്തു. ഈ വാക്യം കൂടെ പറയാൻ നിർത്താനൊക്കത്തില്ല. എബ്രായ ലേഖനം 10. ഇതൊക്കെ ദൈവം എന്താണ് ഈസ്റ്ററിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യാനും മാത്രമുണ്ട്. ഈസ്റ്റർ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതല്ല. ഭക്ഷണം കഴിച്ചോ കുഴപ്പമില്ല. എബ്രായ ലേഖനം 10:12 യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. അത് നമുക്കും തന്നിരിക്കുന്നെന്ന്. അതാണ് ഈ വാക്യം പറയുന്നത്. അപ്പം നമുക്കൊരു അതായത് പാപത്തെ വെടിഞ്ഞ് നമ്മൾ പാപത്തെ ഉരിഞ്ഞു കളയുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ അതേ ശക്തിയോടുകൂടി തന്നെ ഇവിടെ നമുക്ക് ജീവിക്കാൻ ഇപ്പോൾ ഒക്കും. അത് പുതിയ നിയമത്തിലുള്ളവർക്കുള്ള ഒരു പ്രത്യേക ശക്തിയാണ്. പഴയ നിയമത്തിലുള്ളവർക്ക് അത് കാണുന്നില്ല. പിന്നെ ചിലരിൽ പരിശുദ്ധാത്മാവ് വന്ന് ക്രിയ ചെയ്ത് പോകുക. പക്ഷേ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് മാറുന്നില്ല. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ പുതുക്കി തന്ന ദൈവം ഇട്ട് തിരിച്ചു തന്നു, റിഡംഷൻ ചെയ്ത ഇന്ന ദിവസം. ഹാപ്പി ഈസ്റ്റർ എന്നോ അല്ലെങ്കിൽ ഹാപ്പി റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പെന്നോ എന്ത് പറഞ്ഞാലും ഏത് പേരിട്ടാലും ഉള്ളിൽ ദൈവാത്മാവ് തീ കത്തുന്നതായിട്ട് കാണുക, ജീവിക്കുക, ജയജീവിതം നടത്തുക. രക്ഷയുടെ ആത്മാവിനെ ഉറപ്പിച്ചു തന്നതിന് നമുക്ക് നന്ദി പറയാം. ഹാപ്പി ഈസ്റ്റർ. നസ്രയനായ യേശുവേ, ദാവീദ് പുത്ര, എൽ ഷഡായ്, ഡൊണായ്, ഇത്ര വലിയവനായൊരു ദൈവം തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഏകയാഗമായിട്ട് തീർത്ത് സദ്ഗുണപൂർത്തിയുള്ളവരാക്കി ഞങ്ങളെ ആക്കാൻ തക്കവണ്ണം അവിടുന്ന് പുത്രനെ തന്ന് പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ രക്തം കർത്താവിൻ്റെ രക്തം പ്ലീഡ് ചെയ്യുന്നു. കർത്താവിൻ്റെ രക്തം പ്ലീഡ് ചെയ്ത് ആ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ എന്നേക്കുമായിട്ട് കഴുകി മാറ്റിക്കളഞ്ഞെന്ന് വിശ്വസിച്ചേറ്റു. ഇന്ന് വരെയുള്ള കഴിഞ്ഞതിനെക്കുറിച്ച് നീ ഓർക്കണ്ട. അവയെ ഞാൻ തുടച്ചു മാറ്റി കഴുകിക്കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് മുമ്പിൽ വെച്ചിരിക്കുന്നു. ഈ ഒരു പുതുക്കം ഇന്ന് ആവശ്യമുണ്ട്. അവിടെ അന്തരാത്മാവ് ഉണർന്ന് ജീവിക്കുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ മാറി നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ട്. എന്താണ് ഈസ്റ്റർ എന്നറിയാതെ മറ്റുള്ളവരുടെ ഉത്സവങ്ങൾ ആചരിച്ച് നടക്കുന്നവരുണ്ട്. കർത്താവെ, കൃപ തോന്നി അവർക്ക് സുബോധത്തിൻ്റെ ആത്മാവിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിൻ്റെ വടം കൊണ്ട് അവരെ കെട്ടിയിട്ട് ഒരേപോലെ ഉച്ചാരണത്തിന് വിടല്ല, പക്ഷെ എല്ലാത്തിനും കെട്ടിയിട്ട് മുറുക്കി നിൻ്റെ കുരിശിൻ്റെ ചോട്ടിക്കൊണ്ട് നിൻ്റെ കയ്യിലേൽപ്പിക്കും. അപ്പോൾ എൻ്റെ രക്തം അവരുടെ മേൽ വീഴട്ടെ. ഒരു തുള്ളി രക്തം വീണാൽ വലതുഭാഗത്തെ കള്ളനോട് സംസാരിച്ചതുപോലെ നീ അവരോട് സംസാരിക്കും. മുടിയനായ പുത്രൻ തിരിച്ചു വന്ന പോലെ എല്ലാവരും തിരിച്ചു വരുന്നു. താവിൻ്റെ അങ്കിക്കകത്ത് അവരെല്ലാം കയറ്റി വെച്ചിരിക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ഞങ്ങളെ ഇത്ര കാലം സൂക്ഷിച്ച് ഒരു പ്രാവശ്യം കൂടെ, ഒരു ഈസ്റ്ററും കൂടെ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഈ ലോകത്തിൽ വെച്ച് നിൻ്റെ വചനത്തെക്കുറിച്ച് പറയാൻ, ഈ വചനം ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പടരണം കർത്താവ്. ഇത് ജീവനാണ്. അത് ചെന്നുകൊണ്ട്
ഉയർപ്പിൻ്റെ ആത്മാവിനെ ഞാൻ കിട്ടുതന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിച്ച് നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥയിൽ സന്തോഷിപ്പിച്ച സ്നേഹത്തിന് സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അതുകൊണ്ടെന്നാൽ പാപത്തെ ജയിച്ചവൻ നമുക്ക് വേണ്ടി ജയത്തിൻ്റെ കൊടി കാണിച്ചുകൊണ്ട് തൻ്റെ രക്തത്തിൻ്റെ ചിഹ്നം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി, ജീവൻ തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.